ഡയബറ്റിക് ഐസ്ക്രീം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. കണ്ണധികം കാണുന്നില്ല. എൽസ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ. കണ്ണ് നല്ല ചൂടാന്നിരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാ വർഷവും നമ്മുടെ കണ്ണ് ചെക്ക് ചെയ്യും. ആൾ ഡയബറ്റിക് രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും കണ്ണ് ചെക്ക് ചെയ്യും. ഈ ആളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്തുമാത്രമുണ്ട്, ഡയബറ്റീസ് ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്തുമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു സ്ക്രീനിങ് സിസ്റ്റമാണിത്. അകത്ത് പോയിട്ട് പറയാവേ. ഡയബറ്റിക് ഐസ്ക്രീനിങ് എന്നുള്ള സംഭവം നാട്ടിലത്ര വ്യാപകമായിട്ട് ഇപ്പോൾ ആയിട്ടില്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഇത്തരം ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ ചാൻസുള്ള അപകടങ്ങൾ, മുന്നോട്ടുള്ള ഭാവിയിൽ ഇന്ന അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ കൂടെ കടന്നു വരാൻ ചാൻസുള്ള അപകടങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ ടൈപ്പുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ തന്നെ വിളിക്കുന്നത്. ഇപ്പം ചില ടൈപ്പ് ക്യാൻസറുകൾ, പ്രൊസ്റ്റേറ്റ് ക്യാൻസർ വളരെ കോമൺ ആയിട്ട് UK ആണുങ്ങളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളാണ്. ഒരു 45 വയസ്സ് കഴിയുമ്പോൾ മുതലേ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. പെണ്ണുങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ്. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മുതലേ ആ സ്ക്രീനിങ് ആരംഭിക്കും. 32 കണ്ടുണ്ടോ എൻ്റെ 30-32 പിന്നെ ഒരെണ്ണമാണ് ഡയബറ്റിസ്. ഡയബറ്റിസ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഈ നമ്മൾ നാട്ടിൽ ക്യാൻസർ പിടിക്കുന്നവരാണ് ഇവിടെ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് പിന്നെ ഒബിസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അത്യാവശ്യം കാശുള്ളവർ കുമ്പേ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലത്തെ കണക്ക് കൂട്ടുന്ന ചില രോഗങ്ങളായിട്ട് കണക്ക് കൂട്ടുന്ന പലതും ഇവിടെ ഇവർ കൈകാര്യം ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പുതുതലമുറ വ്ളോഗേഴ്സ് തള്ളിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു തേങ്ങയും കിട്ടുന്നില്ലേ, ഇവിടെ പാരസിറ്റമോൾ മാത്രമേ കിട്ടുന്നുള്ളൂ, ഇവിടെ എന്ത് രോഗം വന്നാലും ആരും മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലല്ല നിങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തെ കാണുന്നത്. ഇവിടെ എല്ലാം ഫ്രീ ആണ്. ലോകത്തുള്ള സകല സംഭവം, നിങ്ങൾക്ക് ക്യാൻസർ പിടിച്ച് നിങ്ങൾ ചാകാൻ കിടന്നാലും നിങ്ങളുടെ കീമോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള സകല സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് ഈ സർവീസ് തരുന്നത്. അത് രാജ്യം അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് ഭയങ്കരം, അതിനുവേണ്ടി എടുക്കുന്ന ചിലവ് ഭയങ്കരം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളവിടെ ചെന്നേച്ചും എനിക്ക് ആൻറ്റിബയോട്ടിക് വേണം, ഞാൻ രോഗി, ഞാൻ തന്നെ ഡോക്ടർ, ഞാൻ തന്നെ മരുന്ന് അങ്ങ് തീരുമാനിക്കുന്നു എന്നുള്ള നിലയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഇന്ന മരുന്നൊക്കെ വേണമെന്നുള്ളത്, നമുക്ക് ഇന്ന മരുന്നൊക്കെ തരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ തരില്ല. അവരെ സംബന്ധിച്ച് ആ ആൻറ്റിബയോട്ടിക്കിനുണ്ടാകുന്ന 2 പൗണ്ടിൻ്റെ 10 പൗണ്ട് ലാഭമല്ല അവരെ കണക്ക് കൂട്ടുന്നത്. അതുവഴി പൊട്ടൻഷ്യലി ഈ ആൾ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടുവാണ്. ഈ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സിസ്റ്റത്തിനെ യൂസ് ചെയ്തുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത തലമുറ അടുത്ത സ്പെക്ട്രം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് വേണ്ടി വരും. ആദ്യം അമോക്സിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം കഴിഞ്ഞു, അടുത്ത തലമുറ ഹയർ ലെവലിലോട്ട് പോയി, അതിന് ഹയർ ലെവലിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളോടും ബാക്ടീരിയ റെസിസ്റ്റൻസ് നേടുന്നു. അയാളുടെ രോഗത്തെ സുഖപ്പെടുത്താൻ മാർഗ്ഗമില്ലാതെ വരുന്നു. അത് ഒരു തലമുറയല്ല, ഇതിപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ ഇന്ത്യയിൽ ഇത് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ സംഭവിച്ചിട്ടൊരു നല്ല കാഴ്ചപ്പാടിൽ ആൾക്കാർ അതിനെ കാണുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായി ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഇതറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ബേസിക്കലി നിങ്ങൾ ചെയ്ത പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഇതിനെ ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയാം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും DDT എന്ന് പറഞ്ഞ വസ്തു കണ്ടിട്ടുണ്ട്. DDT എന്ന് പറഞ്ഞ വസ്തു ഉറുമ്പിനെതിരെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള വസ്തുവായിരുന്നു. ചുമ്മാ അങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് ആ വഴിക്ക് വരത്തില്ല, അങ്ങ് നീറി ചത്തു പോകുന്നതിൻ്റെ ഇവരുടെ അനുഭവമായിരുന്നു ഉറുമ്പിനുണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ DDT ഒരു ഉറുമ്പുകൂട്ടി കൊണ്ട് വാരിയിട്ട് നോക്കി, ഈ പറയുന്ന ഓട്ടവും ബഹളമൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ഉറുമ്പ് അതിന് റെസിസ്റ്റൻസ് നേടിയുണ്ടാണ്. ആ DDTയുടെ അമിത പ്രയോഗം മൂലം ഉറുമ്പ് നേടിയ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ അടുത്തടുത്ത തലമുറകൾ നേടിയ റെസിസ്റ്റൻസ് ആണ് DDT എന്ന് പറയുന്ന രാസപദാർത്ഥത്തോട് ഇപ്പോൾ അവർക്ക് പിന്നെ പ്രശ്നമില്ലാതായി മാറി. ഇതേ പ്രശ്നമാണ് മനുഷ്യരുടെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ച് തുടങ്ങിയിട്ട് കഴിഞ്ഞ 3-4 നൂറ്റാണ്ട് മുമ്പ് കണ്ടുപിടിച്ച സാധനം അല്ലിത്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച വസ്തുവാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. കറക്റ്റ് വർഷമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ഇതിനകത്ത് പ്രഭാഷണം നടത്താൻ വന്നതല്ല, ഞാനൊരു കാര്യം പറയുവാണ്. ഞാനൊരു ഡയബറ്റിക് ഐസ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ക്യാമറ കാണത്തില്ല, എന്നെ ഫോക്കസ്ഡ് ആയിട്ടാണോ ക്യാമറ ഇരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോടിത് പറയാൻ ശ്രമിക്കുന്നത്, ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടാകേണ്ടത് ഇന്നത്തെ ഇഷ്യൂസ് മാറി. ഇന്ന് നിപ്പ വൈറസ് വന്നു, ഇന്നത്തെ നിപ്പ വൈറസിനെ കൊന്നെടുക്കുന്നു, അതോടുകൂടി പ്രശ്നം കഴിഞ്ഞ്. നാളെ ഈ അടുത്ത വൈറസ് വരട്ടെ എന്നിട്ട് അതിനെ കണ്ടുപിടിക്കുക, അല്ല അതിനെ കൊന്നെടുക്കാമെന്ന് വെച്ചുകൊണ്ടല്ല. നമ്മൾ ഓൺഗോയിങ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും പുതിയ രോഗങ്ങൾക്ക് വേണ്ടിയും പുതിയ അസുഖങ്ങൾക്ക് വേണ്ടിയും അതിന് മരുന്നുകൾക്ക് വേണ്ടിയും അതിനകത്തെ മ്യൂട്ടേഷൻസിന് വേണ്ടിയും ആൾക്കാർ റിസർച്ചുകൾ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പം മാത്രമല്ല അതിന് കുറേ ആൾക്കാർ ഓടുന്നത്. ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് ഉണ്ടാകും. കോവിഡ് വന്നു, ആൾക്കാർക്ക് നേരത്തെ പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലുണ്ടായിരുന്നൊരു വസ്തു അല്ലാഞ്ഞുകൊണ്ട് അത് ഇച്ചിരി കൈവിട്ട് പോയി, സമ്മതിക്കുന്നു. പക്ഷേ അതല്ലാത്തിടത്തോളം
നമ്മുടെ ആയുർവേദത്തിൽ എഴുതി വെച്ചിട്ടതിലുണ്ടായിരുന്നു കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാത്ത ആയുർവേദത്തിലുണ്ടായിരുന്നു, അതോ അഥർവവേദത്തിലുണ്ടായിരുന്നു. ഇത് ചുമ്മാ തള്ളി മറിക്കരുത് ആൾക്കാർ. ഞങ്ങളുടെ ശാസ്ത്രം, ഇന്ത്യ തേങ്ങ, ചൈന തേങ്ങ, ഒരു തേങ്ങയില്ല. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഈ ബാക്ടീരിയ ഈ പറഞ്ഞ വൈറസ് ഇവിടെ പണ്ട് മുതലേ ഉള്ളതായിരിക്കും, നമ്മൾ അറിയുന്നില്ലത്. ഇന്നതിനെ ഒരു ജീവനെ ബാധിക്കുന്ന രീതിയിൽ അതൊരു അപകടമായിട്ട് വളരുമ്പോഴാണ് നമ്മളതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ ചുമ്മാ ബ്ലൈൻഡായിട്ട് അഥർവവേദത്തിൽ അങ്ങനെ പറഞ്ഞു, ഇന്ത്യയുടെ ശാസ്ത്രം അനുസരിച്ച് ഞങ്ങളുടെ മുനിവര്യന്മാർ ഇങ്ങനെ ഉണ്ടാക്കി, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ആ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ആൾക്കാർ ശ്രമിക്കും. ഇന്ന് മനുഷ്യൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യകുലം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊരെണ്ണമാണ് ഈ ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആൾക്കാർ എയ്ഡ്സൊക്കെ വലിയ സംഭവമായിട്ട് പറയും. എയ്ഡ്സ് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഗ്രാമം, നിങ്ങൾ നിൽക്കുന്ന പട്ടണം, നിങ്ങളുടെ അറിവിലുള്ള കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് എയ്ഡ്സ് ഉണ്ട്? അതാണോ മനുഷ്യകുലത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ തീവ്രമായിട്ട് എല്ലാവരെയും കൊന്നെടുക്കുന്ന അസുഖം? അല്ല, അതൊരു വളരെ ചെറിയൊരു മൈനോറിറ്റിക്ക് ഉണ്ടാകുന്ന അസുഖമാണ്. ശരിയാണ്, അതിന് ഇമ്മ്യൂണിറ്റി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള ആ സിറ്റുവേഷൻ, ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ കൊണ്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ വയ്യാതെ വരുന്നു. ഇപ്പോഴതിന് മാർഗ്ഗങ്ങളുണ്ട് കുറേയേറെ, എന്നാലും നമുക്കൊരു പരിധിക്ക് വരെ അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എയ്ഡ്സ് ഇമ്പോർട്ടൻ്റായി മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളറിയുന്ന ചുറ്റുവട്ടത്തായിക്കോട്ടെ, നിങ്ങളുടെ ഗ്രാമത്തിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ രോഗികൾ ഏത് രോഗത്തിനകത്താണ് ഉള്ളത്? ഡയബറ്റീസ്, ശരിക്കും പ്രമേഹം, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വലിയ രോഗങ്ങളിലൊന്നാണ് ഇന്നത്. ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ പണ്ടും ഇല്ലായിരുന്നു ചോദിച്ചാൽ ഉണ്ട്. നിങ്ങളുടെ അറിവിലുള്ള ആൾക്കാർ, നിങ്ങളുടെ അപ്പച്ചനോ വല്യമ്മച്ചിയോ ഉപ്പാപ്പയോ വല്യച്ചായനോ ഒക്കെ അവർ മരിച്ചിട്ടുണ്ടെന്നേ. ജോലി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചുമ്മാ കുഴഞ്ഞു വീണ് മരിച്ച ആൾക്കാരുണ്ട്. നെഞ്ചുവേദന വന്ന് വീണ് മരിച്ചു പോയ ആൾക്കാരുണ്ട്. ഒരു മുറിവ് കാലേ വന്നുവെച്ചാൽ ആ മുറിവ് പഴുത്തിട്ട് സൂപ്പടാ വന്ന് കാല് മുറിച്ച് കളഞ്ഞ് പിന്നീട് മരിച്ചു പോയ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട്. പക്ഷേ അന്നൊന്നും ഈ രോഗങ്ങൾക്ക് ഈ പേരില്ല. പ്രമേഹം എന്നോ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നോ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നോ ആരും ഇതിനെ വിളിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിത് അറിഞ്ഞില്ല. പക്ഷെ കഥ പറയുമ്പോൾ ഒരു 4 തലമുറ പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ വീടുകൾ കാത്തും നമ്മുടെ കുടുംബങ്ങൾ കാത്തും തലമുറകൾ കാത്തും ഉണ്ട് ഇതുപോലെ മരിച്ചു പോയ ഒരു അമ്മച്ചിയോ അപ്പച്ചനോ ആൾക്കാരോ ഒക്കെ ഉണ്ട്. അതൊന്നും ചിലപ്പം എല്ലാം ഒന്നും ഉള്ള പോലെ പറഞ്ഞു കാണത്തില്ലായിരിക്കും. അല്ലെ അത്രയും അറിയാനുള്ള വിദ്യാഭ്യാസമോ കഴിവോ ആൾക്കാർക്ക് അതിനില്ലായിരുന്നായിരിക്കും അന്ന്. അത്രയേ ഉള്ളൂ. ഇന്ന് ഇത്തരം സാധനങ്ങൾ വളരെ വ്യാപകമായിട്ട് നമുക്ക് പഠിക്കാൻ അവൈലബിളാണ്. ChatGPT മുതൽ ഗൂഗിൾ മുതൽ നിങ്ങൾക്ക് എന്തും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാലമാണ്. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തൊന്ന് കണ്ടു നോക്കുക എന്തുമാത്രം മനുഷ്യനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇവയൊക്കെ എന്നുള്ളത്. കൊളസ്ട്രോൾ, ഹൈ BP, ഡയബറ്റിസ് മുതലായ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൽ യൂറോപ്പിനകത്തുള്ള പ്രധാനപ്പെട്ട വൾണറബിൾ ഡിസീസായിട്ട് കാണുന്ന കുറച്ച് അസുഖങ്ങളാണ് ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, അങ്ങനെ കുറേയേറെ രോഗങ്ങളുണ്ട്. ഒബസിറ്റിയും അവർ രോഗമായിട്ട് കാണുന്നത്, അമിതവണ്ണം, അതും ഒരു രോഗമായിട്ടാണ് ഇവർ കാണുന്നത്. ഈ പറഞ്ഞ വസ്തുക്കൾക്കെല്ലാം ഇവർ നമുക്ക് ചോയ്സ് തരും. നിങ്ങൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ രജിസ്റ്ററിനകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവം, ഡയബറ്റിക്കിനകത്ത് എൻ്റെ അനുഭവം പറയുകയാണ്. ഇവിടെ ഹെൽത്ത് സിസ്റ്റം ഭയങ്കര കറക്റ്റാണ്, ഇവിടെ ഒന്നും കൊള്ളത്തില്ലെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുവാണ്. ഞാൻ ആദ്യമേ, എൻ്റെ അച്ഛനും അമ്മയും ഡയബറ്റിക്കാണ്, രണ്ടുപേരും ഡയബറ്റിക്കാണ്. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഡയബറ്റീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. 40 വയസ്സടുത്ത് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിന് ഞാൻ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് കുറേ കാലമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രതിരോധിക്കാനൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകം മൊത്തം യാത്ര ചെയ്യുന്നത് തന്നെ. അപ്പം എന്നെ സംബന്ധിച്ച് ഫുഡ് ഒഴിവാക്കിയിട്ട് ഡയബറ്റീസ് ഒഴിവാക്കും എന്നൊരു സിസ്റ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഞാൻ കുറേയേറെ ശ്രമിച്ചു കേട്ടോ. പഞ്ചസാര ഒഴിവാക്കാനും വലിയ ഫിസി ഡ്രിങ്കുകൾ ഒഴിവാക്കാനും പിന്നെ ഒത്തിരിയേറെ അമിതമായിട്ടുള്ള മധുരങ്ങൾ ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചു. ഞാൻ കൂടുതൽ എരിവ് ഉള്ള സ്നാക്സുകളുടെ പുറകെയായിരുന്നു. മധുരങ്ങൾ അത് ഇത് താല്പര്യമില്ലായിരുന്നു. കഴിക്കരുന്നല്ല, പക്ഷേ അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ഇവിടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെന്നെ മോണിറ്റർ ചെയ്തോളെ. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് ഞാൻ 2012 മുതലൂടെ ഞാൻ ഹൈലൈറ്റഡ് ആയി. 2012 ആയപ്പോഴേ അവരോട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ ബോർഡർ ലൈനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും റൂട്ടീനായിട്ടുള്ള ചെക്കപ്പുണ്ട്. എല്ലാ വർഷവും റൂട്ടീൻ ചെക്കപ്പിനകത്ത് അവർ നോക്കും നമ്മുടെ BP എന്തുമാണ്, നമ്മുടെ ബ്ലഡ് ചെക്കിനകത്ത് നമുക്ക് എന്തുമാത്രം HbA1c എന്ന് പറയും, അതിൻ്റെ റേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇയാൾ എന്തുമാത്രം പ്രോൺ ടു ചാൻസ് ഉണ്ട് ഇയാൾക്ക് ഡയബറ്റീസ് പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹാർട്ട് അറ്റാക്കിന് എന്തുമാത്രം ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ലെവലുകൾ എന്തുമാത്രം ഉണ്ട്, ഇതൊക്കെ വർഷത്തിൽ ചിലപ്പോൾ ഒരു തവണ ചെക്ക് ചെയ്യത്തുള്ളായിരിക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാണ് ചിലപ്പം 3 വർഷത്തിലൊരിക്കലൊക്കെ ചെക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ വന്ന കാലത്ത് തന്നെ 3 വർഷത്തിലൊരിക്കലൊക്കെ ചെക്ക് ചെയ്തായിട്ട് എൻ്റെ ഓർമ്മ. പിന്നെ ഇത് വർഷത്തിലൊരിക്കൽ മസ്റ്റായിട്ടും ബ്ലഡ് ചെക്ക് ചെയ്യും.
അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഇതെല്ലാം ഫ്രീ ആണ്. അതെല്ലാം അവരെടുത്ത് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യുന്ന സാധനമാണ്. ഓരോന്നിനും ഓരോ അപ്പോയിൻമെൻറ്റിന് പോകണമെന്നേ ഉള്ളൂ. ബ്ലഡ് എടുക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ്, ബ്ലഡിൻ്റെ റിസൾട്ട് ചർച്ച ചെയ്യാൻ വേറൊരു അപ്പോയിൻമെൻറ്റ്, റിസൾട്ട് ചർച്ച ചെയ്ത് അതൊക്കെ നേഴ്സുമാരായിരിക്കും ചെയ്യുന്നത്. ശേഷം ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ചർച്ച ചെയ്തിട്ട് ഡോക്ടർ തീരുമാനം പറയാൻ വേണ്ടി അതിന് വേറൊരു അപ്പോയിൻമെൻറ്റ്, മൂന്ന് അപ്പോയിൻമെൻറ്റാണ്. ഇതെല്ലാം കൂടി നമ്മുടെ നാട്ടിലാണ് ഒറ്റ പോക്കെ കഴിയും. പക്ഷേ ശരിയാണ്, ഇതൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ലിസ്റ്റുകൾക്കുടെ ഭാഗമാണ്. നമുക്ക് ചില നടപ്പുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് റിസൾട്ടുകൾ മുഴുവൻ കയറിക്കൊണ്ടിരിക്കും. ഒരാളല്ല ഇത് തീരുമാനിക്കുന്നത്, ഒരാളുടെ നോട്ടക്കുറവോ ശ്രദ്ധക്കുറവോ അല്ല. 2, 3, 4 പ്രൊഫഷണൽസ് കൂടി എടുക്കുന്ന തീരുമാനം മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയും. പല ആൾക്കാർ കൂടി പല പ്രൊഫഷണൽ ഡിഗ്രികളും ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കണ്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ റിസൾട്ട്. അല്ലാതെ ഒരാളിരുന്നുകൊണ്ട് അതോ രാജാവ് ഉത്തരവിടുന്നു അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമല്ല. നാട്ടിലെ ഒരു കുഴപ്പം അതാണ്. നാട്ടിലെ ഏത് MBBS കഴിഞ്ഞ് ഏതവർക്കും ഈ ചന്ദ്രഹാസം അടക്കാൻ കൈ പിടിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന 2 3 ട്രീറ്റ്മെൻറ്റ് വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ രാജാവായി. പിന്നെ ആൾക്കാരിൽ സാബ് ഡോക്ടറുടെ പുറകെ അങ്ങ് ഓടുവാണ്. എൻ്റെ അമ്മ ഉൾപ്പെടെ ചെയ്യുന്ന മണ്ടത്തരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രമേഹത്തിന് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതിയുടെ ആ ഡോക്ടറെ കൊള്ളത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യത്തിൽ ട്രീറ്റ് ചെയ്ത് ഇത്രയും നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുകൊടുത്ത ഫാമിലി ഡോക്ടേഴ്സൊക്കെ എവിടെ പോയി? അത് നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നാട്ടിലെ ഒരു രീതി. അത് വെച്ച് ഞാനിവിടെ പറയുവാണേ. അപ്പം ആ തുടക്കത്തിലെ സിസ്റ്റം തുടങ്ങിയത് അങ്ങനെയായിരുന്നു. വർഷത്തിലൊരിക്കൽ ബ്ലഡ് ചെക്കിൻ്റെ ഭാഗം കൂടി വന്നു. ബോർഡർ ലൈനാണ് എനിക്ക് 2 3 വർഷം ഇത് വാൺ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമല്ല ഇത്. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞ് രാത്രി 7 മണിക്ക് 9 മണിക്കൊക്കെ ഇറങ്ങുന്ന ടൈപ്പുള്ള ജോലിയാണ് നടന്നത്. സ്ഥിരമായിട്ട് അതായത് 4 ദിവസം 5 ദിവസമൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോകൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് പിള്ളേരെ നോക്കണം, വെളിയിലോട്ട് പോകാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. ജിമ്മ് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഇൻട്രസ്റ്റഡും അല്ല, അതിനുള്ള സമയവും നമുക്കില്ല. അങ്ങനെ സമയം എടുത്ത് പോകാൻ മാത്രം മനസ്സൂടെ വേണം. ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വെച്ചുകൊണ്ടിരുന്ന് കാലങ്ങളോളം ഇരുന്ന് ജീവിതം ഇതിനോടൊക്കെ സെറ്റായി. അതായത് നമ്മൾ ഒരു സെഡിമെൻ്ററി ലൈഫ് സ്റ്റൈലിലൊക്കെ പറയും. നമ്മൾ ജീവിതത്തിൽ ഈ സുഖജീവിതത്തിനകത്ത് നാട്ടിലെ ആൾക്കാർ പറയും കാശുള്ളവന് കിട്ടുന്ന രോഗങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. ഇത് കാശുള്ളതെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. കാശുള്ളവൻ്റെ ഒരു കുഴപ്പം എന്തുവാ, അവന് പറമ്പിൽ അധ്വാനിക്കണ്ട, കിളയ്ക്കണ്ട, ഒരിടത്തോട്ട് നടക്കണ്ട. ഈവനൊരു സാധനം എടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ പോലും നടന്നൊരിടത്ത് പോലും പോകേണ്ടി വരത്തില്ല. എല്ലാം കാറിനും വയ്യാവേലിക്കും പോയി കിടക്കുന്ന പോലത്തെ പരിപാടിയേ വരത്തുള്ളൂ. ദേഹം അനങ്ങുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ കാശുള്ളത് എന്നുള്ള വാചകത്തിനർത്ഥം. ദേഹം അനങ്ങുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ. അവരാദ്യം മുതൽ എന്നോട് പറയുന്നത് റൈസ് ഇച്ചിരി കുറയ്ക്കണം. നിങ്ങളുടെ ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്, ഞങ്ങൾക്കറിയാം, ഇന്ത്യൻ ഒറിജിൻ ഓഫ് കോഴ്സ്. നിങ്ങൾ റൈസ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, റൈസ് ഇച്ചിരി കുറയ്ക്കണം. അതുപോലെ പറ്റുവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യണം. കാരണം അവർക്ക് അഡ്വൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിന് വേറൊരു പ്രത്യേകതയാണ്. നാട്ടിലെ പോലെ നമ്മൾ തിട്ടൂര് ഇറക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് തീരുമാനിക്കാം. പേഷ്യൻറ്റിന് ശരിയായ തീരുമാനം എടുക്കാനും തെറ്റായ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ചൂസ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മുടെ റൈറ്റ്സുകളൊന്നാണ്. നമ്മുടെ നേഴ്സുമാർക്കറിയാം 6 റൈറ്റ്സ് ഉണ്ട്. അതായത് ഒരു മെഡിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ 6 റൈറ്റുകൾ എന്ന് പറയും. ഈ മെഡിക്കേഷന് റൈറ്റ് റെസിഡൻ്റാണ് കൊടുക്കുന്നത്, റൈറ്റ് ഡോസ് ആണോ, റൈറ്റ് ഫ്രീക്വൻസി ആണ്, അങ്ങനെ 6 ഇതുണ്ട്. 6 എന്ന് പറയുന്നത്. അപ്പോൾ 6 Rs'നകത്ത് അത് കൂടാതെ വേറൊരു 6ആണിത്, റൈറ്റ് ടു ചൂസ്. എനിക്ക് തീരുമാനിക്കാം. എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഇതാണ്, ചോയ്സാണ്. എനിക്ക് ഈ മരുന്ന് കഴിക്കണോ വേണ്ടിയോ, ഈ ചികിത്സ എനിക്ക് എടുക്കണോ വേണ്ടിയോ. എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് റിഫ്യൂസ് ചെയ്യാം, എനിക്ക് ഡിക്ലൈൻ ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം 2-3 വർഷത്തോളം ഞാനത് ഡിക്ലൈൻ ചെയ്തു. ഇതിനിടയ്ക്ക് നാട്ടിൽ പോയി ചെക്ക് ചെയ്തു ഇവർ പറഞ്ഞത് കറക്റ്റാണോ. ആദ്യത്തെ കാലത്ത് ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ വ്ളോഗർമാർ പറഞ്ഞവർ തന്നെ ആദ്യത്തെ കാലത്ത് എൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടൊരു സിസ്റ്റം. ഒരു ദിവസം അവരെ കൊണ്ട് നമുക്ക് ദഹിക്കത്തില്ല. നമ്മളവർക്ക് ഇതെന്തോ ഇങ്ങനെ നമ്മൾ പറയുന്ന ഒന്നും നടക്കുന്നില്ല. എനിക്ക് കണ്ട പനിയും തലവേദനയും കാരണം എനിക്ക് ഒരാഴ്ച അവധി എടുക്കേണ്ടി വന്നു. ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ചുമച്ച് മടുത്തു, മരുന്നും തരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാം മനസ്സിൽ ആദ്യം കാണുന്നത് ഈ സിസ്റ്റം എന്നെ കൂതറയാണെന്നുള്ളതാണ്. സിസ്റ്റം കൂതറയല്ല. വീണ്ടും പറഞ്ഞു, സിസ്റ്റം കൂതറയല്ല. അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാം. എന്തുകൊണ്ട് സിസ്റ്റം കൂതറയല്ല, അതിൻ്റെ ആ സ്ട്രാറ്റജി ഹൈറാർക്കി എത്ര ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണെന്നുള്ളത് പിന്നീട് വീഡിയോ ചെയ്യാം. ഇപ്പം ഇതിന് ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പം അങ്ങനെ 2-3 വർഷം ഞാൻ എൻ്റെ ചോയ്സ് എടുത്ത് ഞാനത് ഡിക്ലെയർ ചെയ്യണം. ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം പറഞ്ഞു. അവർ ആ ചോയ്സ് തരും. നമുക്ക് പറയാം, ഓക്കെ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തു, നിങ്ങൾ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നിങ്ങൾ തന്നെ എക്സസൈസുകൾ ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബോർഡർ ലൈൻ കടന്ന് നാട്ടിൽ നിന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു ബോർഡർ ലൈൻ പാസ് ചെയ്യുവാണ്, ഇനി നിങ്ങൾ ഡയബറ്റിക് ആവും, ഇനി അടുത്ത റിസൾട്ടിനകത്ത് നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ഹയറായിട്ട് കയറി ചാൻസ് ഉണ്ട് കയറാൻ വേണ്ടി. ഞാൻ ചെയ്ത പരിപാടി ഇവിടെ വന്നിട്ട് ഞാൻ കഴിവതും ബ്ലഡ് എടുക്കാൻ പോകാതെ ഞാൻ 1 വർഷം നടന്നു. 1 വർഷം തട്ടിമുട്ടി ഓരോ കാരണം പറഞ്ഞ് ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നടന്നു. ഇപ്പോൾ നിർബന്ധിച്ചൊന്നുമില്ല. എനിക്കിട്ട് കിട്ടിയ പണി എന്ന് പറയുന്നത്
ഇത് നേരത്തെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, അറിയാൻ പറ്റാത്ത കാര്യമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, അപ്പനും അമ്മയും ഡയബറ്റിക് ആകുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ കാണിച്ചൊരു മണ്ടത്തരം, അത് പുതുതായിട്ട് വീടെടുക്കുന്ന ആൾക്കാരുടെ കൂടിയാണ് പറയുന്നത്. ഞാൻ വീടെടുക്കുന്ന സമയമായി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വർഷം നമ്മൾ വർക്കാണ്. കാരണം ബില്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, സാലറി സ്ലിപ്പിനകത്ത് 5 പൈസയുടെ കുറവ് വരാൻ പാടില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചത്ത് കിടന്ന് ഓടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടത്തോടോട്ടം. അതിനിടയ്ക്ക് വീട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്ത വീട് പഴയ വീടാണ് എടുത്തത്. പഴയ വീട് എടുത്തിട്ട് ഞങ്ങൾ പണിയുമാണ് ചെയ്തത്. ഓട്ടോമാറ്റിക്കായിട്ട് വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ നമുക്ക് അച്ഛനോ അമ്മായിപ്പനോ അല്ലെങ്കിൽ അങ്കിളോ ഒന്നും നോക്കാനായിട്ടില്ല. നമ്മൾ തന്നെ വീട്ടിൻ്റെ പണിക്കാർക്കുള്ള ഫുഡിൻ്റെ കേസിൽ നമ്മൾ നോക്കണം, ഇവിടെ സാധനങ്ങൾ ഇറക്കി കൊടുക്കണം, വീടിൻ്റെ പണി നോക്കാൻ വരണം, ഇതിനിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇതൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓടിക്കൊണ്ടിരുന്നു. നമ്മൾ വലിയായിട്ട് കെയർ ഒന്നും ചെയ്യുന്നില്ല എന്നാ നടന്നു. മോർഗേജ് ഏജൻറ്റ് പെർഫെക്റ്റ് ഏജൻ്റ് ആയിരുന്നുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ കാലം ഞാൻ സർവൈവ് ചെയ്തത്. സഞ്ജു, അവരുടെ ആ കമ്പനിയുടെ പേര് ഞാൻ മറന്നു, പക്ഷേ സഞ്ജു ഇപ്പോഴും താങ്ക്സ് അലോട്ട്. കാരണം പുള്ളിക്കാരൻ ആ ചെയ്ത അന്നത്തെ ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അന്നത്തെ ആ കാലം കഴിഞ്ഞ് എനിക്ക് പറ്റേ ഞാൻ ഈ മോർഗേജ് എടുത്തു, വീടിൻ്റെ പണി കഴിഞ്ഞു, വീടിൻ്റെ പണി ഏതാണ്ട് തീരാറായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറി താമസ കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസിൽ ഉൾപ്പെടെ എല്ലാ സംഭവം പുള്ളി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോം ഇൻഷുറൻസിൻ്റെ കേസിലെല്ലാം ക്ലിയർ ആയിരിക്കണം, നീ എടുത്തിട്ടുണ്ടോ? പുള്ളി എല്ലാ പേപ്പറും അയച്ചതെന്നാണ്. ഞാനിത് സൈൻ ചെയ്ത് തിരിച്ചയച്ചില്ല. ഞാനിതെല്ലാം ഓർത്ത് വന്നുവെച്ചും എന്തോ ഒരു സംഭവം ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി. ഇനിയിപ്പോൾ GP വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇത്ര നാട് പിന്നീട് വന്നിട്ടില്ല, അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ശരി, GP പോയി കണ്ടേക്കാം. GP പോയി കണ്ടു, ബ്ലഡ് കൊടുത്തു, തിരിച്ചു വന്നു. അന്നേരം ചിന്തിക്കുന്നില്ല ബോർഡർ ലൈൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലാതെ വേറെ. കാരണം ഇപ്പോൾ അമിതമായ തീറ്റയൊന്നുമില്ല, വേറൊരു അർത്ഥത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നില്ല, വേറൊരു അപകടം പറ്റുമെന്നുള്ളത്. ഇവർ അത് കഴിഞ്ഞത്തെ ആഴ്ച വിളിക്കുന്നത്, നിങ്ങൾ ഡയബറ്റിക്കാണ്, ഇവിടെ ഒന്ന് വരണം, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പെട്ട് അന്നേരമാണ് തലേ കത്തുന്നത്. ദൈവമേ, ഇൻഷുറൻസ് എടുത്തിട്ടില്ല, വീടിൻ്റെ ഇൻഷുറൻസ് ക്ലിയർ അല്ല. ഇതിന് മുമ്പ് വേറെ ലൈഫ് ഇൻഷുറൻസുകളുണ്ട്, വീടിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഓർത്തോളം അത്രയും നാളും വീടിൻ്റെ ഇൻഷുറൻസിന് വേണ്ടി നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എൽസയ്ക്ക് ഞങ്ങൾ രണ്ടുപേരുടെ കൂടി ജോയിൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിലാണ് നമ്മൾ വീട് എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് 3 വർഷത്തെ സിക്ക് ലീവ്, ഫുൾ പേയ്മെൻറ്റ് സിക്ക് ലീവ്, എന്തെങ്കിലും ടെർമിനൽ ഇല്ലസ് വന്നാൽ അതിനുള്ള കവർ, പിന്നെ എന്തെങ്കിലും അവധി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കവർ, അങ്ങനെ ഒരു കെട്ട് സാധനങ്ങളുടെ കൂടെ പോരാത്തിന് ഈ വീടിൻ്റെ ഫുൾ എമൗണ്ട് കവർ. ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമുക്ക് അതേപടി കവർ കിട്ടും. ഇങ്ങനെ ലോകത്തുള്ള സകലമാന ഓഫറും കൂട്ടി ഒരു മാസം അവൾ അടയ്ക്കുന്നത് 35 രൂപയുള്ളൂ. 35 രൂപയ്ക്കുള്ള അടവാണ് അവൾക്ക് പറഞ്ഞിരുന്നത് അന്നത്തെ പ്ലാൻ. എനിക്ക് ഏതാണ്ട് 40 എങ്ങാണ്ട് എനിക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ നിന്ന സ്ഥലത്തു നിന്ന് ഈ ഡയബറ്റിക്കിൻ്റെ സാധനം വന്നു. അവർ ഓൾറെഡി പറഞ്ഞു ഡയബറ്റിക്കാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു സംഭവം ഉണ്ട്, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഞാൻ മോർഗേജ് അഡ്വൈസറെ വിളിച്ചു. അവർ പറഞ്ഞു എന്നാ ചെയ്യാൻ പറ്റും, നമുക്ക് സംഭവം അറിയിച്ചേ പറ്റൂ. ഇൻഷുറൻസ് ഏജൻറ്റ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ല, നമ്മൾ കോട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടനെ കമ്പനിയെ ഇത് അറിയിച്ച് കമ്പനിയുടെ കോട്ട് എടുക്കാൻ നോക്കി. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ GPക്ക് ലെറ്റർ അയക്കുമെന്ന് പറയുന്നുണ്ട്. കൺഫർമേഷൻ ചോദിച്ച് GPക്ക് ലെറ്റർ അയക്കും. കാരണം ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പനും അമ്മയും ഡയബറ്റിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ ഇതൊന്നും മറച്ചു വെക്കാൻ പാടില്ല. ഇതൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർക്ക് വോയിഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അത് മറച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ട്. ഇവർ GPക്ക് ലെറ്റർ അയക്കുന്നത് പറയുമ്പോൾ എൻ്റെ തലയിൽ കത്തി സാധനം കയ്യിൽ പോയി. കാരണം ഇനി എങ്ങനെ ഇത് സംഭവം എടുക്കും? GPക്ക് ലെറ്റർ അയച്ചാൽ GP അന്നേരം അയച്ചു കൊടുക്കാൻ പോകുന്നത് എന്തുവാ? ഇവൻ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കാൻ പോലെ. അയ്യോ, ഞാൻ GPയെ പോയി കണ്ടു. ഞാനെന്നിട്ട് എന്തെങ്കിലും മാർഗ്ഗം, അതായത് ജസ്റ്റ് കാരണം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ കോട്ട് കൂടി പോവും, ഇൻഷുറൻസ് ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടുന്നതിനെ ഡിക്ലൈൻ ആവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, എനിക്കൊരു 6 മാസത്തെ സമയം തന്നെ ഞാൻ വീണ്ടും കൺട്രോൾ ചെയ്യാം. ഓർത്തോളം കഴിഞ്ഞ 3-4 വർഷം കൺട്രോൾ ചെയ്യാൻ തന്നിട്ട് ചെയ്യാൻ ഞാൻ അടുത്ത 6 മാസത്തിനുള്ളിൽ എന്തോ ഉണ്ട് ഉരുട്ട് തരാമെന്നാണ് പറയുന്നത്. പാവൻ GP അത് സംഭവിച്ചിട്ടുണ്ട്. അവർക്കറിയാം, അവർക്കത് മനസ്സിലായി. അവർ ഏഷ്യനായിരുന്നു, അവർക്കത് മനസ്സിലായി. അവർ പറഞ്ഞു ഓക്കെ 6 മാസം ഞാൻ പറയാം. പക്ഷേ സ്റ്റിൽ ഫെലിക്സ് ദർ ഇസ് നോ ഹോപ്പ് അറ്റ് ഓൾ. ബിക്കോസ് ദ പ്രോബ്ലം ദീസ് പീപ്പിൾ, കോർപ്പറേറ്റ് കമ്പനീസ്, ദീസ് കൈൻഡ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ഓൾവേസ് ആക്ട് ഇൻ എ കൈൻഡ് ഓഫ് എ പ്രൊസീജിയർ വൈസ്. സോ ദേ വിൽ സെൻഡ് എ ലെറ്റർ. അവരൊരു ലെറ്റർ അയക്കും. ആ ലെറ്ററിനകത്ത് GP സൈൻ ചെയ്ത് കൊടുക്കേണ്ട കുറേയേറെ പോർഷൻസ് ഉണ്ട്. So and they will always ask for the backup papers like results, blood results or those kind of stuff, and GP is the one signing for it. മനസ്സിലാകുന്നുണ്ടോ? അതായത് പുള്ളിക്കാരി എനിക്ക് വേണ്ടി എടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്കതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അവരുടെ പിൻ നമ്പർ, അവരുടെ രജിസ്ട്രേഷൻ ആവുന്നത്. കള്ളം പറയാൻ ഒരു മാർഗ്ഗമില്ല. കള്ളം പറയാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റത്തുമില്ല, വേറെ കാര്യം. പക്ഷേ അതൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അതാണ് നാണമില്ലാതെ ഞാൻ അതും ചോദിച്ചു. എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, എനിക്ക് ഇത്തവണ അതില്ലെന്നൊന്നും എഴുതി തരാൻ വേണ്ടി പറഞ്ഞു. അവർ ചിരിച്ച്. കാരണം നമുക്ക് അറിയാം നമ്മളൊരു രജിസ്ട്രേഷൻ ബോഡിക്കകത്ത് നിൽക്കുന്നതാണ്, ഒരു രജിസ്ട്രേഷൻ നമ്പറുള്ള ആളാണ്. അങ്ങനെയൊന്നും എഴുതി തരാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിവേ ഏതായാലും 6 മാസങ്ങളുടെ സമയം തന്നു. ഇൻഷുറൻസുകാർ അന്നേരെ എൻ്റെ 40 പൗണ്ടിൻ്റെ ഇൻഷുറൻസ് ഒറ്റയടിക്ക് 160 പൗണ്ട്, ഒരു മാസം അടയ്ക്കേണ്ട ഇൻഷുറൻസ് 160 പൗണ്ട്. അപ്പോൾ ഒരു മാസം അടയ്ക്കേണ്ട തുക 160 പൗണ്ടെന്ന് കേട്ടപ്പോഴേ സംഭവം കയ്യിൽ നിന്ന് പോവുകയാണ്. കാരണം അതൊരു വലിയ തുകയാണ്, ചെറിയൊരു തുകയൊന്നുമല്ല ഇൻഷുറൻസ് അടയ്ക്കുക എന്ന് പറഞ്ഞത്.
പ്രത്യേകിച്ചും മാസവരുമാനക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ റൺ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ മാസവരുമാനത്തിനകത്ത് തീർച്ചയായിട്ടും അതൊരു വലിയ തുക തന്നെയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഡയബറ്റീസ് ജേർണി. അതായത് എനിക്ക് കിട്ടുന്ന ഡയബറ്റീസ് കൊണ്ട് കിട്ടുന്ന ആദ്യത്തെ നഷ്ടം അവിടുന്ന്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ സ്ക്രീനിങ് പ്രോഗ്രാം ഓടുന്ന അടിപൊളിയാണ്. ഹെൽത്ത് വൈസ് അയക്കാൻ എനിക്കത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവരെ മെറ്റ്ഫോർമിൻ എടുക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു. ഞാൻ കുറേ കാലം അത് പറഞ്ഞ് ഒഴിവായി നടന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്തും എക്സസൈസ് ചെയ്തൊക്കെ കുറേ ജിമ്മിൽ പോയി തുടങ്ങി. അപ്പം ഉടനെ കുറേ സംഭവം HbA1c ഒക്കെ കുറഞ്ഞു. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് കുറച്ചവിടെ 6 മാസമുള്ള സമയം തന്നു. ഇപ്പോൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. സ്റ്റിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമുക്കറിയാമായിരുന്നു. അപ്പം മെറ്റ്ഫോർമിനാണ് ആദ്യത്തെ ഒരു ഡോസ് പറയുന്നത്. പക്ഷേ അപ്പോൾ റെഗുലർ സ്ക്രീനിങ്ങിൽ പോയി. ഡയബറ്റീസിൻ്റെ ഇവിടുത്തെ ചാർട്ടിങ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ഡയബറ്റീസ് ലിസ്റ്റിനകത്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഡയബറ്റീസ് ആണെന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ വൈഡായിട്ടുള്ള ഒരു രജിസ്റ്ററിനകത്ത് നമ്മൾ മെമ്പറാണ്. ആ ഡയബറ്റീസ് മോണിറ്ററിങ്ങിനകത്ത് നമ്മൾ മെമ്പറാണ്. നമ്മൾ പിന്നെ ഈ വൾണറബിൾ ഡിസീസ് ഉള്ള ആൾക്കാർക്കെല്ലാം പിന്നെ ഇവിടുത്തെ മെഡിക്കേഷൻസോ ചികിത്സകളോ ബാക്കിയുള്ള എന്ത് വസ്തു പിന്നെ ഫ്രീ ആണ്. നമുക്ക് എല്ലാത്തിനും മുൻഗണനയുണ്ട്. ഈ ഒരു ഫാർമസി ചെന്ന 5 പൈസ ഒരു സംഭവത്തിന് കൊടുക്കണ്ട. കാരണം ഇവിടെയൊക്കെ മെഡിക്കേഷൻ്റെ സ്ക്രിപ്റ്റിന് മാത്രമേ ഉള്ളൂ പൈസ ഇല്ലാത്തത്. പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നതിന് മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ. ബാക്കി വെളിയിൽ പോയി നമ്മൾ ഫാർമസിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കണേ അവിടെ പൈസ കൊടുക്കണം. അത് നോർമലാണല്ലോ. മരുന്ന് വാങ്ങിക്കണേ പൈസ കൊടുക്കണം. ഇതൊന്നും പൈസ കൊടുക്കണ്ട, എല്ലാ സാധനവും ഫ്രീ ആണ്. പിന്നെ അപ്പം നമുക്കൊരു നമ്പർ തരും. ഡയബറ്റീസിൻ്റെ ചാർട്ടിങ് വെച്ചുകൊണ്ട് നമുക്കൊരു നമ്പർ തരും. ആ നമ്പറാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള സർവീസിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കുന്നത്. അതുപോലെ എല്ലാ ടെർമിനലിലും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഡയബറ്റീസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുടെ എല്ലാ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. ഒബസിറ്റി എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്. ഓട്ടിസത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരുമാതിരി ഇങ്ങനത്തെ ടൈപ്പിലുള്ള കുറേയേറെ അസുഖങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാനിവിടെ സൈഡിലിടാം. ഏതൊക്കെ ടൈപ്പിലുള്ള അസുഖങ്ങൾക്കാണ് ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് സർവീസും ഫാർമസിയൊക്കെ ഫ്രീ ആയിട്ടുള്ള സർവീസ് കിട്ടുന്നുള്ളൂ. എനിവേ അന്ന് തുടങ്ങുന്ന ആ ജേണി ഇന്നിപ്പം എത്ര വർഷം കഴിഞ്ഞു? 4 വർഷം കഴിഞ്ഞു. 5 വർഷമാകുന്നു. 5 വർഷം കഴിഞ്ഞു. 5 വർഷത്തിന് മുകളിൽ. അപ്പം ഇപ്പം ഇതിനെ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ഇവർ ഡയബറ്റിക് ഐസ്ക്രീം നമ്മൾ പരിപാടിക്ക് വിളിക്കും. അതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞത്. അത് ഈ കഴിഞ്ഞിട്ട് വന്ന ചൈൻ്റെ ഈ തിക്കുമുട്ടൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ഞാൻ ഇന്നത് കാണുകയായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഈ ഡയബറ്റിക് ഐസ്ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം പോയി ചെക്ക് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്തുമാത്രം ഉണ്ടെന്ന് അളന്നു. അതിനുശേഷം നമ്മുടെ കണ്ണിനകത്ത് ഒരു ഡ്രോപ്പ് ഇട്ട് തരും. 2 കണ്ണിനകത്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. 20 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലർ ചെയ്തിട്ട്, ലോങ് വിഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ഷോർട്ട് വിഷൻ ഭയങ്കരമായിട്ട് കുറയുന്ന രീതിയിലോട്ട് മൊത്തം ബ്ലർ ചെയ്ത് പോകും. ഒരു സ്റ്റിങ്കി ഫീലിംഗ് ആണ്. കണ്ണിങ്ങനെ കിരികിരിടാന്നിരിക്കും. അത് അവർ പ്രത്യേകം പറയുന്നുണ്ട് 2 മുതൽ 4 മണിക്കൂർ വരെയാണ് ഡ്രൈവ് ചെയ്യരുത്. അല്ല, 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണ് ഡ്രൈവ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കത് ചിലപ്പം എപ്പോഴും കാഴ്ച ഒരുപോലെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഓരോ ഗ്രേഡിലാണല്ലോ ആൾക്കാരുടെ അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാഴ്ചയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആ റീഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്കകത്ത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്നുള്ള തൊട്ട് മുകളിലത്തെ ലൈൻ വരെ എനിക്ക് 2 കണ്ണുകൊണ്ട് വായിക്കാം, ഒരു കുഴപ്പമില്ല. ഈ സാധനം ഇട്ടു. യൂഷ്വലി അത് കഴിച്ചും 20 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ തിരിച്ച് വിളിച്ച് നമ്മുടെ കണ്ണുകളുടെ ഫോട്ടോസ് എടുക്കും. നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, അത് കഴിഞ്ഞ് 2 സൈഡിലൂടെ നോക്കിപ്പിച്ചിട്ട് ആ സൈഡുകളുടെ ഫോട്ടോസ്, അങ്ങനെ കുറച്ച് അവരെ കൂടെ അവർക്ക് വേണ്ടത്ര എത്ര ഫോട്ടോ വേണം അത്രയും ഫോട്ടോ അവരെടുക്കും. ശേഷം 3 മുതൽ 4 ആഴ്ച വരെ എടുക്കും ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി. സാധാരണ GPക്ക് ഒരു കോപ്പി കിട്ടും, നമ്മുടെ ഡോക്ടർക്ക് ഒരു കോപ്പി കിട്ടും, നമുക്കൊരു കോപ്പി കിട്ടും. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി GP നമ്മളെ വിളിക്കും. ഇന്ന ദിവസം വരിക, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, ഇതിനകത്ത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്. ശേഷം കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ഒപ്റ്റീഷ്യൻസിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ സെർവ് ചെയ്യും, അതിനുള്ള സർവീസുകൾ അവർ ഓഫർ ചെയ്യും. അതല്ല GPക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് അത് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവർ തന്നെ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയബറ്റിക് ഐ ക്ലിനിക്ക് തന്നെ കുറേ കാര്യങ്ങൾ സജഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഈ ലെറ്ററിനകത്ത്. ഞാൻ ആ ലെറ്ററിൻ്റെ എവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു, കിട്ടുവാണെങ്കിൽ പറയാം. എനിക്കിതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ലെറ്ററിനകത്ത് വേറെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമാണല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡയബറ്റിക് ഐ സ്ക്രീനിങ്ങിൽ പോയിട്ട് ഇവർക്ക് കിട്ടുന്ന സജഷൻസും ഇവർക്ക് മെഡിക്കേഷൻസ് ചേഞ്ച് ആകുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓർത്തോണം, ഞാൻ പറയുന്നത് 90 അല്ലെങ്കിൽ 100 വയസ്സായ ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്കിപ്പോൾ 40 വയസ്സേ ആയുള്ളൂ. അതായത് ഞാനിനി 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഈ വരുന്ന 40 മുതൽ 100 വയസ്സ് വരെയുള്ള ഇത്രയും വർഷങ്ങൾ, 10-60 വർഷങ്ങൾ അവരിനി റെഗുലറായിട്ട് ചെയ്യാൻ പോകുന്ന വസ്തുവാണ്. എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ ഡയബറ്റിക് ഐ സ്ക്രീനിങ്ങിന് വിളിക്കും. അത് വർഷത്തിൽ 1 ആകാം, എന്തെങ്കിലും പ്രോബ്ലം തുടങ്ങിക്കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ വരെ ആകാം. അതൊരു സർവീസ്. 2, ഈ പറഞ്ഞ മെഡിക്കേഷൻസ് മുഴുവൻ അന്ന് വരെ ഫ്രീ ആണ്.
ഇനിയൊരു ചോദ്യമില്ല ഇതിനകത്ത്. ആ രജിസ്റ്റർ ചെയ്ത് ഇനി ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ചോദ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഒരു പ്രാവശ്യം അത് ചോദിച്ചായിരുന്നു, എനിക്ക് ഈ ഡയബറ്റീസിൻ്റെ രജിസ്റ്റർ ചെയ്ത് ഇറങ്ങിപ്പോയതിൻ്റെ മാർഗ്ഗം. കാരണം എല്ലായിടത്തും ഇൻഷുറൻസ് ഒക്കെ എനിക്ക് ഹൈ ആണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം നമ്മുടെ HbA1c ലെവൽ ഭയങ്കര കുറവാണെങ്കിൽ, അതായത് റിക്വയർഡ് എമൗണ്ടിനെക്കാട്ടിലും കുറവായിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അവരെടുത്ത് കളയത്തൊന്നുമില്ല. അടുത്ത 3 വർഷം അവരെ നമ്മളെ റിവ്യൂ ആയിട്ടുള്ള മീറ്റിങ്ങിനിടും, റിവ്യൂ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിനിടും. 3 വർഷവും നമ്മൾ അതേപോലെ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ലെവലിലോട്ട് കാണുകയാണെങ്കിൽ അവരെ രജിസ്റ്റർ നമ്മൾ എടുത്ത് കളയും. പക്ഷേ സ്റ്റിൽ യു ആർ വൾണറബിൾ. നമ്മൾ ഒരിക്കലും അതിനകത്ത് പോയി പെട്ടിട്ട് തിരിച്ചു വന്നതായതുകൊണ്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ കാണത്തുള്ളൂ. പക്ഷേ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് മറ്റുള്ള ആൾക്കാർക്കും എല്ലാം സമാധാനമാവും, കാരണം അവൻ അതിനകത്ത് ഇറങ്ങിപ്പോന്നു. പിന്നെ ഇതൊക്കെ ഈ കാറിന് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ ഇതൊക്കെ പറയാം. അതല്ലാതെ ഇപ്പോൾ ഒരു കമ്പനി അങ്ങ് തീരുമാനിക്കുകയാണ്, അങ്ങനെയൊക്കെ അവരൊക്കെ അങ്ങനെ പലതും പറയും. പക്ഷേ ഞങ്ങളുടെ മെഡിക്കൽ ടീം പറയുന്നത് നിങ്ങൾ വൾണറബിൾ ആണെന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തരും. നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന അവിടെയാണ്. നമുക്കിതൊക്കെ ശ്രമിച്ച് ഇറക്കാമെന്നുള്ളതല്ലാതെ ഒരു പരിധിക്ക് മുകളിൽ ഇത്തരം കാര്യങ്ങൾക്കകത്ത് നമുക്ക് കൺട്രോളില്ല. ഈ ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കഴിവതും ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഫുഡ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ല മരുന്ന് റെഗുലറായിട്ട് എടുക്കുന്നത് മുടക്കുകയും ചെയ്യരുത്. അതൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഈ ഡയബറ്റിക് സ്ക്രീനിങ് റെഗുലറായിട്ട് വരും. ഇനി ഫുഡ് ക്ലിനിക്കുകൾ, അതായത് എനിക്കേണ്ട അത് ഏത് വർഷം അത് തുടങ്ങുന്നത് ഞാൻ ഓർക്കുന്നില്ല, കറക്റ്റ് 60 വയസ്സാണെന്ന് തോന്നുന്നു. ആയി കഴിയുമ്പോൾ മുതൽ നമ്മുടെ കാലുകളിലേക്കുള്ള ബ്ലഡിൻ്റെ അതായത് നമ്മൾ ബ്ലഡ് എത്തുന്നതും ബ്ലഡ് സർക്കുലേഷനും സർക്കുലേഷൻ ആ വാക്കി തപ്പിക്കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ എന്തുമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഡോപ്ലർ ടെസ്റ്റ് എന്നൊക്കെ പറയും. അപ്പം അതെല്ലാം കാലിൻ്റെ വെയിനുകൾക്കകത്തെ പൾസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അടുത്ത പ്രോബ്ലം വരാൻ പോകുന്ന കാലിനാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ണിനോട് ബന്ധപ്പെട്ടുള്ള കാര്യം, അടുത്ത് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കാലിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി അതല്ലാതെ ഡയബറ്റീസിന് സിവിയർ സ്റ്റേജിനകത്ത് ഒത്തിരിയേറെ അസുഖങ്ങൾ വരാൻ കിടക്കുന്നു. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പഴുത്ത് പോകുന്നത്, അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങളുടെയും വരാൻ കിടക്കണം. അതെല്ലാം ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ ഹൈലൈറ്റ് ആകും തോറും അവരടുത്തടുത്ത ക്ലിനിക്കുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ തുടങ്ങുന്നൊരു വസ്തു ഇനി അങ്ങോട്ട് നിർത്തത്തേയില്ല. ഇനി ഞാൻ മരിക്കുന്നിടം വരെ ഇവർ ഈ സംഭവത്തിനകത്ത് ഈ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതെല്ലാം ഫ്രീ ആണെന്ന് ഓർക്കണം. ഇതൊന്നും ആരോടും ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. ഈ സിസ്റ്റം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരിത്രയും സുരക്ഷിതമായിട്ട് അവരുടെ പൗരന്മാരെ കൊണ്ടു നടക്കുന്നത്. ഇവരാരും നിന്നിപ്പോൾ 70ാമത്തെ വയസ്സിൽ ചത്തു പോകുന്നത് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റുമുള്ളതിനകത്ത്? നിങ്ങളുടെയൊക്കെ അയൽക്കാരില്ലേ? നിങ്ങളുടെ ഏതൊരു അയൽക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 40ാമത്തെ വയസ്സിൽ മരിച്ചു പോയ അയൽക്കാരനെ നിങ്ങൾ കണ്ടോ? അവരുടെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി കൊണ്ടാണ് ഇതിങ്ങനെ ലോങ് റണ്ണിൽ നിൽക്കുന്നത്. ഷോർട്ട് റണ്ണിൽ ചിന്തിക്കാതിരിക്കുന്നു. ഇന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്ത് 2 വൈറസിനെ കൊണ്ടുവന്നതും ബാക്ടീരിയ കൊണ്ടുവന്നതും അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ പൗരന്മാർ ലോങ് ലൈഫ് ജീവിക്കണം, ആരോഗ്യമായിട്ട് ജീവിക്കണം എന്നുള്ളതിന് വേണ്ടിയായി സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഹാപ്പിയാണ്. UK ഇപ്പോഴത്തെ കറണ്ട് സിസ്റ്റത്തിനകത്ത് ഞാൻ ഹാപ്പിയാണ്. ഏതാണ്ട് ഒരു ധാരണ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള എഡ്യൂക്കേഷനായിട്ടുള്ള സംഭവമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ്. ഒരു ഡയബറ്റിക് സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയി, എന്തായിരുന്നു നമ്മുടെ അനുഭവം. ചിലപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം, ചിലപ്പോൾ നിങ്ങൾക്കിതൊരു ഉപകാരം ഉണ്ടായതിന് തരാം. ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ഐ എം റിയലി സോറി അബൌട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. ഉപകാരപ്പെട്ട ആൾക്കാർ സ്വയം ഒന്ന് ചിന്തിക്കുക. ഞാൻ ഈ കാണിച്ച മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കാതിരിക്കുക. ഒരു പ്രോബ്ലം ഉണ്ട് അല്ല ഉണ്ടാകാൻ പോകുന്ന കേൾക്കുന്ന ബോർഡർ ലൈൻ മുതൽ നിങ്ങൾക്കുള്ള ടെസ്റ്റുകളും നിങ്ങൾക്കുള്ള ഫെസിലിറ്റികളും നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അല്ലാതെ വെറുതെ ഇരുന്നുകൊണ്ട് നാട്ടുകാർ പറയും മെറ്റ്ഫോണിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം തീർന്നു, മറ്റേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോയി, ഇതൊക്കെ ആരും ഈ പ്രായത്തിൽ ഉപയോഗിക്കുമോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഈ ചികിത്സകളെ ഒഴിവാക്കാതിരിക്കുക. കുഴപ്പം ഇത്രയേ ഉള്ളൂ. ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ സീരിയസ് ആകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കാവുന്ന മനസ്സാന്നിധ്യം കഴിവുള്ള ആളായിരിക്കണം. എക്സസൈസ് ചെയ്തും ജീവിതത്തെ ചിട്ടയായിട്ടുള്ളൊരു സ്റ്റൈലിലോട്ട് കൊണ്ടുപോകുന്നു ഈ പറഞ്ഞ അസുഖങ്ങളെ ഓൾറെഡി ചെയ്യാൻ കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും യു എക്സ്പെരിമെൻറ്റ് വിത്ത് യുവർ ലൈഫ്. അല്ലാത്ത ആൾക്കാർ പ്ലീസ് ബി ഓൺ ദ സിസ്റ്റം. ഞാൻ ഇംഗ്ലീഷ് മെഡിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ ആയുർവേദത്തിന് പ്രാധാന്യം കുറച്ചുകൊണ്ടൊന്നും പറയുമല്ല. ചികിത്സകൾ ജീവിതത്തിൽ ലോങ് റണ്ണിന് നല്ലതാണ്. ഇന്ന് രാവിലെയോ നാളെ കഴിഞ്ഞ് രാവിലത്തെ ചെസ്റ്റ് ഇൻഫെക്ഷൻ മാറുന്ന കഥയല്ല ഞാൻ പറയുന്നത്. ലോങ് റൺ നിങ്ങൾക്ക് കുറച്ച് കാലം അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സകൾ നന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ ആരോടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല. കാരണം എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. അതാണ് ഞാൻ ബേസിക്കലി എല്ലാ വീഡിയോകളും അത് ചെയ്തത്. എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ പെമ്പർനോത്തി എൻ്റെ കൂട്ടുകാരുമാണ്. അവർക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വർത്തമാനം പറയുന്നത് കാരണം ഒരു കാര്യത്തിലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചു വർത്തമാനം പറഞ്ഞ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്.
അപ്പോൾ പക്ഷേ ഞാൻ ഒത്തിരി നേരം വർത്താനം പറയും. എന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം വർത്താനം പറയും, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വർത്താനം പറയും. സോ നിങ്ങൾക്ക് എൻ്റെ വർത്താനം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലിലൂടെ നടക്കുക. കാരണം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന അനുഭവങ്ങളുമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ, if you like me, let's see for the next video.